അൽമനാറിൽ വന്നത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അതിനുപരി പറഞ്ഞു അത് 950 ബാക്കി വരട്ടെ. 1950 മെയ് 5 ഒരു അൽമനാർ എടുത്തിട്ട് സ്വഹീഹുൽ ബുഖാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും ഹദീസുകൾ ചോദ്യം ചെയ്യാതെയും അവയുടെ വിശ്വാസയോഗ്യതയെപ്പറ്റി സിഹറിനെ വിശദീകരിച്ചത് KNM-ന്റെ ദഅ്വാ വിഭാഗം. ഇതൊക്കെ ഈ KNM എന്ന് പറയുന്നത് ആ അൽമനാർ പ്രസിദ്ധീകരിച്ച അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നതുകൊണ്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ KNM-ന്റെ ദഅ്വാ വിഭാഗം പുറത്തിറക്കിയ തൗഹീദും 2 ഷഹാദത്ത് കലിമകളും എന്ന പുസ്തകത്തിൽ വന്നിട്ടുള്ള മാരണത്തെ നിഷേധിച്ചു കൊണ്ടുള്ളത്. അതുപോലെ പിലാത്തറ അതുപോലെ സമ്മേളനം 99 മേഖലാ സമ്മേളനങ്ങൾ തുടങ്ങി കുറേ സമ്മേളനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ലഘുലേഖയിൽ കൂടോത്രത്തെ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയെ നിഷേധിച്ചുകൊണ്ട് വന്ന ലേഖനം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടുള്ള ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് ഇതൊക്കെ നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. ഇതൊക്കെ വന്നത് ആ 950 അൽമനാർ ഇറങ്ങിയതിന് ശേഷമാണ്. അതേ അൽമനാറിലാണ് ഒട്ടുമിക്കതും വന്നത്. അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ തന്നെയാണ് പിന്നീട് അത് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഒരിക്കൽ കൂടി നമുക്ക് പറയാം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൂടോത്രം മാരണം എന്ന് പറയുന്ന ലബീദ് ബിൻ അഅ്സം പ്രവാചകനെതിരിൽ ചെയ്തു എന്നും അതിൻ്റെ ഫലമായി പ്രവാചകന്റെ ബുദ്ധി നിലവാരത്തിൽ മാറ്റങ്ങളും തകരാറുകളും ഉണ്ടായി എന്നും നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കൂടോത്രം ഫലിക്കുമെന്ന്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടോത്രം ഫലിച്ചിട്ടുണ്ട് എന്ന് എഴുതിയ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു അൽമനാർ കൊണ്ടുവരൂ, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആധികാരികമായ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു രേഖയിൽ അത് പറഞ്ഞതായിട്ട് പറയൂ. അപ്പം എന്താ പറഞ്ഞത്? അപ്പം ഇത് 950 അപ്പോൾ പിന്നെ അതിനുശേഷം കുറേ അൽമനാറിലൊക്കെ അബ്ദുൽസലാം സുല്ലമി മൂസ വാണിമലും കുറേ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു, ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്ത ഹദീസ് അൽമനാറിലുണ്ടോ? ഞാൻ ചോദിക്കുന്നു, പൊന്നാര മൻസൂർ അലി, ഈ ലേഖനങ്ങൾ വായിച്ചിട്ട് ഇതിലെന്താ ഉള്ളത്? മുസ്ലിം ലോകത്ത് സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചത്. ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. എൻ്റെ ചോദ്യം മൻസൂർ അലിയോട്, ഈ പറയപ്പെട്ടതിൽ സഹീറിൻ്റെ ഹദീസ് ഉണ്ടോ അല്ലേ? അവർ സിഹിറിൻ്റെ ഹദീസ് 6 സ്ഥലത്ത് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. അത് സനദോടുകൂടി കൊണ്ടുവന്നതാണ്. അത് മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്ന് അൽമനാറിൻ്റെ തുടക്കത്തിൽ. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ തുടക്കത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇത് പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിൻ്റെ അടുക്ക് അബ്ദുൽസലാം സുല്ലമി വേറെ ചില ആൾക്കാരൊക്കെ അതിൻ്റെ പിന്നെ ചില സംഗതികൾ ലേഖനം എഴുതി കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്, എമണങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ അൽമനാറിൻ്റെ കാരണം അത് പ്രാമാണികമല്ല. ഈ പറയപ്പെട്ടത് അൽമനാറിൽ വന്നത് ഇത് നിങ്ങൾ നിഷേധിക്കുന്നു, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഇതിൽ സിഹിറിൻ്റെ ഹദീസ് ഉണ്ടോ അല്ലേ? ഇനി അടുത്ത ചോദ്യം ശരിക്കും മൻസൂറിൽ ശ്രദ്ധിച്ചോ. ഇപ്പം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചിട്ട് എന്തൊക്കെയുണ്ടായെന്ന് പറഞ്ഞ് എവിടെ ഹദീസിലുണ്ടോ? അത് നിങ്ങളെ വക നോണ, അത് നിങ്ങളുടെ വക കളവ്. നിങ്ങളെ കുറച്ച് കളവ് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ മൂപ്പർക്ക് എന്താ വെച്ചാൽ ഒന്നും വായിക്കാൻ നേരം ഉണ്ടാവില്ല. ഇവർ തല്ലും പാലും അത് വായിക്കാൻ നേരം അടുത്ത് വായിക്കുക, അടുത്ത വായിക്കുക. നിങ്ങളൊന്നും ഏതായാലും സമാധാനത്തോടുകൂടി മൻസൂറിനോട് എനിക്ക് പ്രത്യേകം പറയണമെന്ന് വെച്ചാൽ അപ്പോൾ ഏത് ക്ലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. എനിക്ക് വായിക്കാൻ സമയമില്ല, വായിക്കാൻ സമയം. നിങ്ങൾ സമാധാനത്തോടെ ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ ദിവസം ഒരു മുഴുവെടുത്തു, നിങ്ങളൊന്ന് മുഴുവെടുത്തോളി. നിങ്ങൾ പരപ്പനങ്ങാടിയിൽ നിന്ന് നിങ്ങളൊന്ന് മുഴുവൊന്ന് വായിക്കും. ഇവിടെ നിങ്ങളൊന്നും സമയമില്ലാതെ വിട്ടുപോകരുത്. ഞാൻ ചോദിക്കുന്നു മൻസൂർ അലിയോട്, നിങ്ങളിപ്പോൾ അൽമനാറൊക്കെ മുങ്ങി തപ്പിയിട്ടുണ്ടല്ലോ, ആ അൽമനാറിൽ ഏതെങ്കിലും ഒരു അൽമനാറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ച ഹദീസ് അത് ഖുർആനിനെതിരാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല, അത് സ്വീകരിച്ചാൽ ഖുർആനെതിരാണ്, അത് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകുമെന്നൊരു ലേഖനം അൽമനാറിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കാമോ? അതിങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പാണ്. മൻസൂറിൽ അതിലേതായാലും PhD എടുത്ത ആളാ. അതില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവരി. മനസ്സിലായോ? എഴുതി കൊണ്ടുവരുമ്പോൾ അപ്പം നമുക്ക് ബാക്കി പറയാം.